ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 15 3-ാം തിരുവചനം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ തിരുവചനത്തിൻ്റെ അഥവാ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ സത്യവേദ പുസ്തകത്തിലെ തിരുവചനങ്ങളുടെ ഒരു പ്രധാനമായ ഗുണഗണമാണ് നാം കാണുന്നത്. തിരുവചനത്തിന് അനവധി ഗുണഗണങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അത് പാപികളെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നു. അത് രോഗികൾക്ക് സൗഖ്യ കാരണമാകുന്നു. അത് ഭൂതഗ്രസ്തർക്ക് വിടുതലിന് കാരണമായിത്തീരുന്നു. അത് നമുക്ക് നിത്യജീവൻ്റെ കവാടം തുറന്നു തരുന്നു. ഇതെല്ലാം തിരുവചനത്തിൻ്റെ ഗുണഗണങ്ങളിൽ ചിലത് മാത്രമാണ്. ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചനത്തിൻ്റെ മറ്റൊരു നന്മ നാം കാണുകയാണ്. അത് ശുദ്ധീകരണമാണ്. ശുദ്ധീകരണത്തിന് പല മാർഗങ്ങൾ വേദപുസ്തകം നിർദ്ദേശിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായത് കാൽവരിയിൽ കർത്താവായ യേശു ചൊരിഞ്ഞ ആ ജീവൻ്റെ വിലയുള്ള രക്തമാണ്. എന്തുകൊണ്ടെന്നാൽ ആ യേശു കർത്താവ് ചൊരിഞ്ഞ രക്തം മുഖാന്തരമാണ് മനുഷ്യ പാപത്തിന് പരിഹാരമായത്, അഥവാ പ്രായശ്ചിത്തമായത്. അതൊരു ബലിയായിരുന്നു, അതൊരു യാഗമായിരുന്നു. അത് മുഖാന്തരം ഈ ഭൂമിയിലെ സകലജാതി ജനങ്ങൾക്കും പാപക്ഷമ ലഭിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ രക്തത്തിലൂടെ മർത്യന് ശുദ്ധീകരണം ലഭിക്കുന്നു. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗത്ത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വഴി നമുക്ക് ലഭിക്കുന്ന ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. തിരുവചനം നാം അനുദിനം വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ അത് നമുക്ക് ശുദ്ധീകരണം ആയിത്തീരും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് നമ്മുടെ ദേഹി ആത്മാവിനെ ശുദ്ധീകരിക്കുവാനുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുവചനം നാം വല്ലപ്പോഴുമല്ല, ദൈനംദിനം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. തിരുവചന പാരായണം ഓരോ ദൈവഭക്തനും അഥവാ ഓരോ ദൈവവിശ്വാസിയും ഓരോ ദൈവപൈതലും പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു ശീലമാക്കി തീർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ചെയ്താൽ ഈ തിരുവചനം അനുദിനം നമ്മെ ശുദ്ധീകരിക്കുവാൻ ഇടയാകും. മൂന്നാമതായി നമുക്ക് ശുദ്ധീകരണം നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. യൂദായുടെ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും എന്ന് ഒരു വചനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ
സകല സത്യത്തിലും വഴി നടത്തുകയും നമ്മെ പാപബോധമുള്ളവരാക്കി, അഥവാ നാം പാപത്തിൽ വീഴുമ്പോൾ നമുക്ക് ആത്മീയ സുബോധം വരുത്തി തന്നുകൊണ്ട് ആ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പാപബോധം നൽകിക്കൊണ്ട് അനുതാപത്തിലേക്ക് നയിക്കുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മെ വഴി നടത്തിക്കൊണ്ട് നമുക്ക് ശുദ്ധീകരണം വരുത്തുന്നു. ഈ പകൽക്കാലം നാം കേട്ട വചനത്തിൻ്റെ മുന്നിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ആ യേശുവിൻ്റെ രക്തവും ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവും ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നൽകുന്ന ശുദ്ധീകരണത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അവിടുത്തെ മക്കളായി പ്രിയമക്കളായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് തിരുവചനം ശ്രവിച്ച എല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ.